അപ്പോഴേ ഇതല്ല വരാൻ പോകുന്നത്. അപ്പോൾ സ്വിറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാൻ 3 ഈസി സ്വീറ്റ് റെസിപ്പീസ് ഉണ്ടാക്കാൻ പോകണം. ഫസ്റ്റ് കുനാഫ ഡോ എടുത്തിട്ടുണ്ട് സ്വിറ്റ്സിൻ്റെ. അത് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് മെൽറ്റഡ് ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഓവൻ ഇല്ലാതെ പാനിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 പാനാണ് വേണ്ടത്. ഫസ്റ്റ് ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ക്രീം ചീസ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം സെക്കൻഡ് ലെയർ കുനാഫ ഡോയും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് ഇതുപോലെ മേലെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് പിസ്ത കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. ഇതേ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. സൂപ്പറാണ്. സെക്കൻഡ് റെസിപ്പി നമ്മുടെ സമോസ ഷീറ്റ് വെച്ചിട്ട് സ്വീറ്റ് ബക്ലാവയാണ്. അതിന് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം ചീസ് ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് മെൽറ്റഡ് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതേ കണ്ടില്ല, ഈ ഒരു ഷേപ്പ് ഇട്ടു. നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് എടുത്തിട്ട് വറുത്ത് കോരി എടുക്കുക. കുറച്ച് ഷുഗർ സിറപ്പ് ഇതുപോലെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിസ്താഷ്യോസ് മേലിട്ട് കൊടുത്താൽ അത് റെഡി. അടുത്തത് ഫിലോ ഷീറ്റ് വെച്ചിട്ട് ഞാനിതേ പക്ലാവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇപ്രാവശ്യത്തെ ഇത് സ്വിറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് വെച്ചിട്ട് ഈ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സേവ് ആക്കി വെച്ചോട്ടാ.